ഇന്ധനവിലയുടെ ആശങ്കയിൽ കുതിച്ചുയർന്ന് ഇവി വിൽപ്പന. മാർച്ചിൽ സർവകാല റെക്കോർഡ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുത്തനെ ഉയരുമെന്ന ആശങ്ക വർദ്ധിച്ചതോടെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. മാർച്ചിൽ വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന സർവകാല റെക്കോർഡിലെത്തിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതും ഇവികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന PME ഡ്രൈവ് സബ്സിഡി അടുത്ത സാമ്പത്തിക വർഷം ഉണ്ടായേക്കില്ലെന്നതിനാൽ വില കൂടുമെന്ന ആശങ്കയുമാണ് കൂടുതൽ പേരെ മാർച്ചിൽ ഇവിയിലേക്ക് എത്തിച്ചത്. ഇവി കാറുകളുടെ വിൽപ്പന മാർച്ചിൽ 49% വർദ്ധിച്ച് 19,711 യൂണിറ്റായി. മുൻവർഷം മാർച്ചുമായി താരതമ്യപ്പെടുത്തിയുള്ള കണക്കാണിത്. ടൂ വീലർ വിൽപ്പന 36% വർധന. മാർച്ചിലെ വിൽപ്പന 1,77,485 യൂണിറ്റ്. ഇതിനു മുൻപ് ഇവി കാറുകളുടെ മാസ വിൽപ്പന റെക്കോർഡ് ഈ വർഷം ജനുവരിയിലായിരുന്നു. 19,322 യൂണിറ്റാണ് അന്ന് വിറ്റത്. ടൂ വീലറുകൾ ഏറ്റവും അധികം വിറ്റത് 2025 ഒക്ടോബറിലായിരുന്നു. 1,44,378 യൂണിറ്റുകൾ. ഇന്ധനവിലയിലെ കുതിപ്പ്, സർക്കാർ പ്രോത്സാഹനങ്ങൾ, ഓപ്പറേറ്റിംഗ് ചെലവ് കുറവ്, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വികസനം, പുതിയ മോഡലുകളുടെ വരവ്, ടെക്നോളജി മെച്ചപ്പെടുത്തൽ, നഗര ട്രാഫിക്, ചെറിയ യാത്രകൾക്ക് അനുയോജ്യമെന്ന ചിന്ത എന്നിവയാണ് ഈ റെക്കോർഡ് കരസ്ഥമാക്കാൻ കാരണമായത്. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷം മൊത്തം 1,96,754 ഇലക്ട്രിക് കാറുകൾ രജിസ്റ്റർ ചെയ്തു. കൂടുതൽ കമ്പനികൾ ഇവി മോഡലുകളുമായി രംഗത്തെത്തിയതും കൂടുതൽ സുസ്ഥിരമായി ഇവികൾ നിലനിൽക്കുമെന്ന തോന്നൽ ഉപഭോക്താക്കളിലേക്ക് എത്തിയതും വിൽപ്പന ഉയരുന്നതിന് കാരണമായതായി വിദഗ്ധർ പറയുന്നു. മാരുതി സുസുക്കി, മഹീന്ദ്ര, ടാറ്റ തുടങ്ങിയ മുൻനിര കമ്പനികൾ വരും മാസങ്ങളിൽ ഇവിയിൽ കൂടുതൽ മോഡലുകളുമായി നിരത്ത് കീഴടക്കാനുള്ള ഒരുക്കത്തിലാണ്.